ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഞാൻ പരിചയപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയെ മനോഹരമായ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ സാധിക്കും. എല്ലാം ഒറ്റ ക്ലിക്ക് മതി. ഒരു നാച്ചുറൽ സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എൻ്റെ പുറകിൽ കാണുമ്പോൾ ഞാനൊരു ബൈക്കിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോയാണ് ഞാൻ പല വ്യത്യസ്ത രീതിയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് പോലെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട്. അപ്പോൾ കൂടുതൽ സമയം കളഞ്ഞ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു നല്ലൊരു പോസ്റ്റിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയെ വ്യത്യസ്ത രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന കിടിലൻ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഒരു APK ലിങ്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ അതിനെ ഇൻസ്റ്റാൾ കൊടുക്കണം. എന്നാൽ മാത്രമേ APK ലിങ്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പല കൂട്ടുകാർക്ക് കിട്ടുന്നില്ല പരാതി പറയാൻ 100% ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചിരുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതുകൂടാതെ നിങ്ങൾ അതിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇടുക. ഏറ്റവും കൂടുതൽ നന്നായ ഫോട്ടോ ആരാണെന്ന് കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് അടിക്കുന്നത് ആരൊക്കെ ലൈക്ക് അടിക്കുന്നുണ്ടൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. കാരണം ഈ കമന്റ് ബോക്സിൽ പോയാൽ നിങ്ങൾ ഇടുന്ന ഫോട്ടോസ് അവിടെ ഉണ്ടാകും. ആ ഫോട്ടോസിന് അതിൽ ആരൊക്കെ ലൈക്ക് അടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളും എഡിറ്റ് ചെയ്ത ഫോട്ടോ നിങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക. എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഇവിടെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി എങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അതുപോലെ ഒരു മികച്ചൊരു ആപ്പ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. 100% ഏതൊരു സാധാരണക്കാരനും വൃത്തിയായി ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറായിരിക്കും. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമെയിൽ കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുണ്ടാവും. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതിന് മേൽ ടച്ച് ചെയ്യുക. ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം എൻ്റെ ഈ ഒരു കാണുന്ന ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത്. മേലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്താണ്, ഇത് പരീക്ഷ നടത്തിയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഈ ബൈക്ക് നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമുക്കിത് എങ്ങനെ ആവും നോക്കാം. ജസ്റ്റ് അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തമായി റിമൂവ് ചെയ്ത് തന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഒട്ടനവധി ബാക്ക്ഗ്രൗണ്ടുകൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് വിത്ത് AI ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി ട്രെൻഡിങ് മോഡലുകൾ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൽ നിന്നും ഏതാണോ വേണ്ടത് അതിന് മേലെ ടച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് നമുക്കൊരു കാണാൻ ഭംഗിയുള്ള ഏത് രീതി ഞങ്ങൾക്ക് അത് മാത്രമല്ല നിങ്ങൾക്ക് ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് രസമുള്ളത് ഈ കാണുന്ന ഫോട്ടോ സെലക്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ 4 ഫോട്ടോയും കൂടി അവർ തരും. ഇതിവിടെ നിന്ന് നമുക്ക് ഏതാ വേണ്ടത് ജസ്റ്റ് ടച്ച് ചെയ്യുക. ഇതുപോലെ ലോഡായി വരും. താഴെ കാണുന്ന ഷെയർ എക്സ്പോർട്ട് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സേവ് ഗാലറി, ഇവിടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഞങ്ങൾക്ക് വേറെ ട്രിക്ക് കാണിച്ചില്ല. ഇതേ ഫോട്ടോ തന്നെ നമുക്ക് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യാം. താഴെ കാണുന്ന നിങ്ങൾക്ക് സൺസെറ്റ്, അതിന് മേലെ ടച്ച് ചെയ്യാം. താഴത്തില്ലേ ഒരുപാട് ടൂളുകൾ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഈ താഴത്തൊക്കെ ഒരുപാട് ടൂളുകൾ ഉണ്ടാവും. അതിൽ ഏതൊന്നിന് മേലെ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ ഫോട്ടോ സൺസെറ്റ്, അതായത് ഒരു വൈകുന്നേരത്തെ ആ പ്രതീതിയിൽ ഇരിക്കുന്ന രീതിയിലായി മാറി. ഇനി ഒരു മൗണ്ടൻ, ഒരു മലൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോയായി മാറി. ക്ലൗഡ്സ്, അതായത് നമ്മൾ മേഘത്തിനിടയിൽ നിൽക്കുന്ന രീതിയിലായി. അങ്ങനെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒട്ടനവധി മോഡലുകളുണ്ട്. ഇനി ഒരു വുഡിന് മേലെ വുഡിൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയിലായി മാറി. അങ്ങനെ ഒട്ടനവധി നിങ്ങൾക്ക് ഏതാ സ്റ്റൈലാണോ വേണ്ടത് ആ സ്റ്റൈൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ ഇരിക്കുന്നത് പോലെ ആയി മാറും. കേട്ടോ, സ്ട്രീറ്റിൽ വന്ന് ബൈക്കും കൊണ്ട് ഇരിക്കുന്ന രീതിയിലായി. നിങ്ങളുടെ ഫോട്ടോ ഏതാണ് ഫോട്ടോ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനുശേഷം നേരത്തെ കാണുന്ന ഈ ജനറേറ്ററിൻ്റെ ഏത് ഫോട്ടോ ആണ് വേണ്ടത് അതിന് മേലെ ഇതുപോലെ ടച്ച് ചെയ്യുക. എക്സ്പോർട്ട് കൊടുക്കുക, സേവ് കൊടുക്കുക. സിമ്പിൾ. ഇതിൽ മികച്ച ആപ്പുകൾ കണ്ടിരുന്നോ? വെറും ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ടാണ് ഞാൻ 2 ഫോട്ടോ എഡിറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ബാക്ക് അടിച്ച് വന്നിട്ടാണെങ്കിൽ ആ ഫോട്ടോ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ആ ഫോട്ടോ നമ്മൾ നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പുതിയൊരു ഫോട്ടോ വെക്കണമെങ്കിൽ ഫോട്ടോ വെക്കാം. അപ്പോൾ ഓക്കെ, വേറെ ഫോട്ടോ വെച്ച് കാണിച്ചിടാം. നമ്മൾ ബാക്ക് അടിക്കാം. സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഓക്കെ, ഇത് അങ്ങനത്തെ ഒരു ഫോട്ടോ അല്ല, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഭംഗി കുറവുണ്ടോ, പഴയ ഫോട്ടോ ആണ്. അപ്പോൾ ലോഡായി വരുന്നേരം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞു. ഇവിടെ റീസെൻ്റ്ലി യൂസ്ഡ് എന്നുണ്ടല്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിൽക്കുമ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ, ആർക്കെങ്കിലും ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റാക്കാൻ സാധിക്കും. ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ഒരു ഫോട്ടോ ഇവിടെ ഫ്രെയിം വന്നാണ് സാധിക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റോ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. കേട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു തൽക്കാലം എൻ്റെ പേര് നിരുന്നു ഫിറോസ് ദാദു. ഈ സ്റ്റൈൽ, ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്ക് മാറ്റാം. ഓക്കെ, അത് കൊടുത്തു. ഇനി അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഏത് സ്ഥലത്താണ് അതിന് ആപ്റ്റായിട്ടുള്ളത് അതിന് കണക്കാക്കിയിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തു.
ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സേവ് ചെയ്യാമെങ്കിൽ സേവ് ചെയ്യാം, അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ഒരുപാട് ക്വാളിറ്റി ഇറങ്ങിയിട്ടുള്ള അടിപൊളി ആപ്ലിക്കേഷനാണ്. എന്താ അതൊക്കെ നോക്കിയാൽ എന്താ ഫിഗർ ഫോട്ടോ, എൻ്റെ ഫിഗർ കേട്ടോ. ആ ഒരു ഭംഗി വയ്ക്കാൻ, എഡിറ്റിങ്ങിൻ്റെ ഭംഗി വയ്ക്കുകയാണെങ്കിൽ ഒറ്റ ക്ലിക്കിലാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ഷെയർ ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.